കല്യാണത്തലേന്ന് ശരിക്കും ഉറങ്ങിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്തൊക്കെയോ ചിന്തകളായിരുന്നു മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരുന്നത്. കല്യാണ പെണ്ണിനും പെണ്ണിൻ്റെ വീട്ടുകാർക്കും ഒരേപോലെ സന്തോഷവും സങ്കടവും വരുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് മിക്കവാറും കല്യാണ ദിവസം തന്നെ ആയിരിക്കും അല്ലേ. അത്രയും നാൾ നമ്മൾ കളിച്ചും ചിരിച്ചും വഴക്കു കൂടിയും ഒക്കെ നടന്ന ആ വീടും വീട്ടുകാരെയും വിട്ട് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഒരു സങ്കടം ഉണ്ടാവില്ലേ. അത് തന്നെയായിരുന്നു മഹിമയുടെ കാര്യത്തിലും. അവളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എൻ്റെ കാര്യത്തിലും. എല്ലാവർക്കും അത്ഭുതം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ ഇത്രയും സങ്കടപ്പെടുന്നതായിരുന്നു. കാരണം ഞാൻ ന്യൂസിലാൻഡിലാണല്ലോ, 2 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ വന്ന് കാണുന്ന ഒരാൾ. പക്ഷേ അവർക്കാർക്കും ആ ബോണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അത്രയും നാൾ നമ്മളെല്ലാത്തിനും വിളിച്ച് എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വേറൊരു ഫാമിലിയിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം ഞാൻ പോയപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും കല്യാണവും ബാക്കി പരിപാടികളും എല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാം ഹാപ്പി ആയിട്ട് നടന്നു. എല്ലാവരും ഹാപ്പിയായിരുന്നു, ഞങ്ങളും ഹാപ്പിയായിരുന്നു. എത്രയൊക്കെ സന്തോഷമാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട് വിട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം ഉണ്ടാവില്ലേ. അത്രയേ ഉള്ളൂ അതും. അങ്ങനെ മഹിമേനെ കല്യാണം എല്ലാം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കരച്ചിൽ അടക്കി പിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ. എന്തോ അതെപ്പോഴും അങ്ങനെയായിരിക്കും. ബിക്കോസ് ഷീ ഈസ് മൈ ഫസ്റ്റ് ബേബി ആൻഡ് ഐ ആം ഹർ പ്രൗഡ് സിസ്റ്റർ.